പരുന്തുംപാറ ഭൂമി കയ്യേറ്റത്തിൽ കർശന നടപടി സ്വീകരിക്കുമെന്ന് റവന്യൂ മന്ത്രി കെ രാജൻ. വിശദ അന്വേഷണത്തിന് 15 പേരടങ്ങുന്ന റവന്യൂ സംഘത്തെ നിയോഗിച്ചു. സ്ഥലത്ത് പോലീസ് പിക്കറ്റ് ആരംഭിക്കാനും മന്ത്രിയുടെ നിർദ്ദേശം. ഇന്നലെ രാത്രിയാണ് കയ്യേറ്റ ഭൂമിയിൽ കളക്ടറുടെ സ്റ്റോപ്പ് മെമ്മോ മറികടന്ന് ചങ്ങനാശ്ശേരി സ്വദേശി സജിത് ജോസഫ് കുരിശ് സ്ഥാപിച്ചത്. തുടർന്ന് റവന്യൂ സംഘം കുരിശ് പൊളിച്ചുമാറ്റി. വിവരങ്ങളുമായി അർജുൻ രാജ് ഉണ്ട്. അർജുൻ, എന്താണെങ്കിലും ഇത്തവണ റവന്യൂ വകുപ്പ് ചെറിയ മണിക്കൂറുകൾക്കുള്ളിൽ തന്നെ ഇതിനെതിരെ നടപടിയെടുക്കുന്ന ഒരു സാഹചര്യത്തിലേക്കാണ് കാര്യങ്ങൾ നീങ്ങിയത്. ഇന്ന് റവന്യൂ മന്ത്രിയുടെ നേതൃത്വത്തിൽ ചേർന്ന ചർച്ചയിൽ എന്തൊക്കെയായിരുന്നു തീരുമാനം ഇക്കാര്യത്തിൽ ഉണ്ടായത്? വിശദമായി. ഇടുക്കി ജില്ലയിലെ പരുന്തുംപാറ ഭൂമി കയ്യേറ്റവുമായി ബന്ധപ്പെട്ട് കർശന നടപടികൾ സ്വീകരിക്കാനാണ് റവന്യൂ വകുപ്പിന്റെ തീരുമാനം. റവന്യൂ മന്ത്രിയുടെ അധ്യക്ഷതയിൽ അടിയന്തര ഉന്നതതല യോഗം ചേർന്നാണ് ആ തീരുമാനങ്ങൾ കൈക്കൊണ്ടിട്ടുള്ളത്. വിശദമായിട്ടുള്ള അന്വേഷണത്തിന് 15 പേരടങ്ങുന്ന റവന്യൂ സംഘത്തെ സ്ഥലത്ത് നിയോഗിച്ചിട്ടുണ്ട്. അന്വേഷണത്തിന്റെ പുരോഗതി എല്ലാ ദിവസവും ജില്ലാ കളക്ടറുടെ നേതൃത്വത്തിൽ അവലോകനം ചെയ്യും. മഞ്ജുമല, പീരുമേട് വില്ലേജുകളിലെ ഇത്തരത്തിലുള്ള കേസുകളുടെ സ്ഥിതി വിവരം നാളെ വൈകിട്ടോടെ തയ്യാറാക്കി സമർപ്പിക്കാനും ഈ യോഗത്തിൽ മന്ത്രി നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഡിജിറ്റൽ സർവേ നടന്ന മഞ്ജുമല വില്ലേജിലെ റെക്കോർഡുകൾ സർവേ ഡെപ്യൂട്ടി ഡയറക്ടറുടെ നേതൃത്വത്തിൽ പരിശോധിക്കാനും തീരുമാനം ഉണ്ടായിട്ടുണ്ട്. പരുന്തുംപാറയിലെ ഈ കയ്യേറ്റ ഭൂമിയുമായി ബന്ധപ്പെട്ട വെരിഫിക്കേഷൻ ഒരാഴ്ചയ്ക്കകം പൂർത്തീകരിച്ച് റിപ്പോർട്ട് സമർപ്പിക്കാനാണ് മന്ത്രി കർശനമായിട്ടുള്ള നിർദ്ദേശം നൽകിയിട്ടുള്ളത്. ഒപ്പം തന്നെ ഇടുക്കിയിൽ ഇതിന് സമാനമായിട്ടുള്ള എല്ലാ കേസുകളിലും ഇതിന് സമാനമായിട്ടുള്ള നടപടികൾ സ്വീകരിക്കാനും ഇന്ന് റവന്യൂ മന്ത്രിയുടെ നേതൃത്വത്തിൽ ചേർന്ന ഈ ഉന്നത യോഗത്തിൽ തീരുമാനമായിട്ടുണ്ട്. ശരി, തിരുവനന്തപുരത്ത് നിന്നും അർജുൻ രാജാണ് വിശദാംശങ്ങൾ പങ്കുവച്ചത്.